ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് നിയോനേറ്റൽ സീഷേഴ്സ് ആണ്. അതായത് നവജാത ശിശുക്കളിലെ ജന്നി. എന്താണ് ജന്നി? നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് ചെറിയ വൈദ്യുത തരംഗങ്ങൾ വഴിയാണ്. ഇലക്ട്രിക്കൽ സിഗ്നൽസ് വഴിയാണ് നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്. കുഞ്ഞുങ്ങളിൽ ഈ സിഗ്നലുകൾ പെട്ടെന്ന് താളം തെറ്റുകയും ഒരു വലിയ ഷോക്ക് പോലെ തലച്ചോറിൽ പകരുകയും ചെയ്യുമ്പോഴാണ് ജന്നി ഉണ്ടാകുന്നത്. മുതിർന്നവരെ അപേക്ഷിച്ച് കുഞ്ഞുങ്ങളുടെ തലച്ചോർ വളർച്ചാഘട്ടത്തിലായതുകൊണ്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. ജന്നിയുടെ ടൈപ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സബ്ടൈൽ സീഷേഴ്സ്. ഇത് തിരിച്ചറിയാൻ ഒരു നേഴ്സിൻ്റെ കണ്ണ് തന്നെ വേണം. കൂടുതലായിട്ട് വിവരിക്കാം. വായയുടെ ചലനങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുഞ്ഞു പാൽ കുടിക്കുന്നത് പോലെയോ സക്കിങ് ചെയ്യുന്നുണ്ടാവും, ചവയ്ക്കുന്നത് പോലെയോ ചൂയിങ് ചെയ്യുന്നുണ്ടാവും, നാവ് പുറത്തേക്കിടുന്നതോ ആയ അവസ്ഥ. ഇത് വെറുതെ ചെയ്യുന്നതല്ല. കണ്ണുകൾ നോക്കണം. കണ്ണുകൾ ഒരു വശത്തേക്ക് തന്നെ തറച്ചു നിൽക്കുക, അല്ലെങ്കിൽ കൺപോളകൾ നിർത്താതെ അടച്ചുകൊണ്ടിരിക്കുക, ബ്ലിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കാലുകൾ ശ്രദ്ധിക്കാം. കാലിൽ വായുവിൽ സൈക്കിൾ ചവിട്ടുന്നത് പോലെയുള്ള ചലനങ്ങൾ, പാഡ്ലിംഗ് മൂവ്മെൻ്റ് എന്ന് നമ്മൾ പറയും, ഇത് ഉണ്ടാവും. പിന്നെ ടോണിക് സീഷേഴ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കൈകളോ കാലുകളോ പെട്ടെന്ന് വലിഞ്ഞു മുറുകുക, ഒരു കമ്പ് പോലെ ശരീരം കഠിനമാകും. ഇത് കുറച്ച് സെക്കൻഡുകൾ നീണ്ടു നിൽക്കാം. ക്ലോണിക് സീഷേഴ്സ്, അതായത് കൈകളോ കാലുകളോ ഒരു പ്രത്യേക താളത്തിൽ വിറയ്ക്കുക. ഇത് ഒരു വശത്ത് മാത്രമോ അല്ലെങ്കിൽ ശരീരം മുഴുവനോ വരാം. പല അമ്മമാരും സീഷേഴ്സും ജിറ്റർനെസ്സും കണ്ട് ഭയപ്പെടാറുണ്ട്. സീഷേഴ്സും ജിറ്റർനെസ്സും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? പല അമ്മമാരും ഞെട്ടുന്ന കുഞ്ഞിനെ ജന്യായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് വ്യക്തമാക്കാൻ 2 കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, കുഞ്ഞിൻ്റെ കൈ വിറയ്ക്കുമ്പോൾ കൈ കൊണ്ട് ആ വിറയ്ക്കുന്ന ഭാഗം മുറുക്കി പിടിക്കുക. ആ വിറയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് സാധാരണ ഞെട്ടലാണ്. അത് നമുക്ക് ജിറ്റർനെസ് എന്ന് നമ്മൾ പറയും. പിടിച്ചിട്ട് നിൽക്കുന്നില്ലെങ്കിൽ അത് ജന്നിയാണ്. അടുത്തതായിട്ട്, സാധാരണ ഞെട്ടലിൽ കുഞ്ഞിൻ്റെ കണ്ണ് തറച്ചു നിൽക്കില്ല. എന്നാൽ ജന്നി ഉള്ളപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അസ്വാഭാവിക ചലനങ്ങൾ ഉണ്ടാകാം. എന്തുകൊണ്ടിത് വരുന്നു? HIE, ഹൈപ്പോക്സിക് ഇസ്കീമിക് എൻസെഫലോപ്പതി, അതായത് പ്രസവ സമയത്ത് കുഞ്ഞ് കരയാൻ വൈകുന്നത് വഴി തലച്ചോറിലേക്ക് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ. ഇത് ജന്നി വരാനുള്ള പ്രധാന കാരണമാണ്. അടുത്തതായിട്ട്, രക്തത്തിലെ മാറ്റങ്ങളാണ് പഞ്ചസാര കുറയുന്നത് മൂലം, അതായത് ഹൈപ്പോഗ്ലൈസീമിയ, കാൽഷ്യം കുറയുന്നത് മൂലം. അടുത്തതായിട്ട് അണുബാധയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കുഞ്ഞിനെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ് പോലുള്ള അണുബാധകൾ കൊണ്ടും വരാൻ ചാൻസ് ഉണ്ട്. തലച്ചോറിലെ രക്തസ്രാവം, അതായത് ഇൻട്രാക്രേനിയൽ ഹെമറേജ് കൊണ്ടും സാധ്യതയുണ്ട്. ഉടനെ ചെയ്യേണ്ടത്, പരിഭ്രമിക്കാതെ കുഞ്ഞിനെ സുരക്ഷിതമായി ഒരു വശത്തേക്ക് ചരിച്ചു കിടത്തുക. തുപ്പലോ മറ്റോ ശ്വാസകോശത്തിൽ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വളരെ പ്രധാനമാണ്. ഒരു വീഡിയോ എടുത്തു വയ്ക്കുക. കാണുന്ന സമയത്ത് ജന്നി ഉണ്ടാവണമെന്നില്ല. ആ സമയത്തെ ചലനങ്ങൾ നമ്മുടെ ഫോണിൽ റെക്കോർഡാണ് ചെയ്താൽ കുട്ടികൾക്ക് ചികിത്സ എളുപ്പമാകും. സമയം നോക്കണം. എത്ര സമയം ജന്നി നീണ്ടു നിൽക്കുന്നു എന്ന് നോക്കണം. ഇതിന് ചികിത്സയും പരിശോധനയുമാണ് പറയാൻ പോകുന്നത്. തലച്ചോറിൻ്റെ സ്കാൻ. ഇത് വേദനയില്ലാത്ത ഒന്നാണെങ്കിലും തലച്ചോറിലെ ഇലക്ട്രിക് സിഗ്നലുകൾ നോക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞ് മനസ്സിലാക്കാം പേരൻസിനെ. മരുന്നുകളാണ് പറയുന്നത്. മരുന്നുകൾ കൃത്യസമയത്ത് കൊടുക്കണം. ഡോക്ടർ അറിയാതെ ഒരു കാരണവശാലും മരുന്ന് നിർത്താനും പാടില്ല. നമ്മൾ പ്രധാനമായിട്ടും ന്യൂബോൺസിന് കൊടുക്കുന്നത് ഇഞ്ചക്ഷൻ ആണ് കൊടുക്കുന്നത്, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫിനോബാർബിറ്റോൺ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട് 20 mg/kg. പിന്നെ അതിന് നമ്മൾ മെയിൻ്റനൻസ് ഡോസായിട്ട് വയ്ക്കും 5 mg/kg BD. പിന്നെ ഡോസ് കുറച്ച് വരും. പിന്നെ സിറപ്പിലേക്ക് മാറും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.